Hello guys, once again welcome back to T Reference and Entertainment. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഇന്നലെ നൈറ്റോട് കൂടി ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ, അതായത് മലയാളത്തിലെ ലൂസിഫർ എന്ന സിനിമയുടെ തെലുങ്ക് റീമേക്കായ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ അല്ലല്ലോ ട്രെയിലർ റിലീസായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കടക്കാം. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഫുള്ളും കാര്യങ്ങളിലും ഒക്കെ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയതിന് ശേഷം എനിക്ക് തോന്നിയ ചില എലമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടോ, ട്രെയിലർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് വീഡിയോ കാണാം, ട്രെയിലർ കാണാം. మన స్టేట్ సీఎం పీకేఆర్ ఆకస్మిక మరణం. మంచోళ్ళందరూ మంచోళ్ళు కాదు. చాలా డ్రామాలు జరుగుతున్నాయి వెనుక, అన్ని రంగులు మారుతాయి. నెక్స్ట్ సీఎం సీట్లో కూర్చోడానికి ఆల్ పాసిబిలిటీస్ ఉన్న వ్యక్తి అన్ని వచ్చేసినాడు, అన్ని వచ్చేసి వెళ్ళిపోండి. The most dangerous and mysterious man, Brahma. నేను రాజకీయం నుంచి దూరంగా ఉన్నాను, కానీ నా నుంచి రాజకీయం దూరం కాలేదు. నేను ఇక స్టేట్ ఇస్తా. జెడ్ కేటగిరీ సెక్యూరిటీతో డ్రగ్స్ తో లోపల రావచ్చు. నేనున్నంత వరకు ఈ కుర్చీకి చెదపట్టనివ్వను. మా పార్టీ ఆ బ్రహ్మ వెనక నిలబడదు. ఏదైనా ఫీల్ అవుతామా? కోపము, భయము. నిన్ను కాపాడడానికి పీకేఆర్ కూడా లేడు. నిన్ను కాపాడడానికి ఎవడున్నాడ్రా? हेलो ब्रदर, ना ये तेरा मैटर है ना मेरा मैटर है, ये फैमिली मैटर है. किसका? तेरे बड़े भाई के बड़े भाई का, गॉडफादर. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ ട്രെയിലർ കണ്ടു. എനിക്കൊന്ന് ഡയറക്ടർ മോഹൻരാജ എന്ന് പറഞ്ഞ, ഞാൻ ഈ തെലുങ്ക് ഫിലിംസ് ഒന്നും അധികം കാണത്തില്ല. ഡബ് ചെയ്ത് മലയാളത്തിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ലാംഗ്വേജ് തന്നെയാണ്. ഡബ് ചെയ്ത് മലയാളത്തിൽ, ഈവൻ ബാഹുബലി അടക്കം ഡബ് ചെയ്ത് മലയാളത്തിൽ വന്നപ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം തുടങ്ങിയ തെലുങ്ക് ഫിലിം ഞാൻ കണ്ടിട്ടുള്ള RR മാത്രമാണ്. പിന്നെ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല രീതി എക്സിക്യൂട്ടീവ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഓരോ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഇത്ര സംസ്ഥാനങ്ങൾക്കനുസരിച്ച് അതനുസരിച്ചുള്ള വിവിധ കൾച്ചറുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമുക്ക് കണ്ട ഒരു ലൂസിഫർ ആ അഡാപ്റ്റേഷൻ എടുത്ത് അതേപോലെ തന്നെ വെക്കുമ്പോൾ അതേപോലെ തന്നെ വെച്ചാൽ തെലുങ്കന്മാർക്ക് രസിക്കത്തില്ലായിരിക്കും. പക്ഷെ അവർക്ക് വേണ്ട മാസം മസാലയും ഒക്കെ കൂടി ചേർത്തിട്ടധികം അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്നാലും നശിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അയ്യപ്പന് കോശി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അയ്യപ്പൻ കോശിയുടെ ഒരു റീമേക്ക് കണ്ടിട്ടുള്ളതാണ്. അത് ഫോർ എക്സാമ്പിൾ ട്രോൾ വീഡിയോയിലും എല്ലായിടത്തും വന്ന് കറങ്ങുന്നുള്ളതാണ്. വില്ലൻ്റെ കണ്ണൂരി പോവുക, ഇതിപ്പം അത്രത്തോളം മോശമാക്കിയിട്ടില്ലെന്നുണ്ട്. പിന്നെ സൽമാൻ ഖാൻ്റെ എൻട്രി, പുള്ളിക്കാരൻ്റെ ഒരു സിക്സ് പാക്ക് ഒക്കെ കാണിക്കാതെ പുള്ളി പോകത്തില്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും ഉള്ള ഡാൻസ് അതൊക്കെ ഉണ്ട്. അത് അവളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തെലുങ്കന്മാർക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ മാസം മസാല, ഒരു ഐറ്റം ഡാൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവന്മാർക്ക് വേണ്ടത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ വരുന്നത്. അപ്പം എനിക്കേതായാലും അത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ട്രെയിലർ നല്ല രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്തേക്കുന്നത്.
മേക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അപേക്ഷിച്ച് ഇച്ചിരി കൂടെ താഴ്ന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ കൾച്ചർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ നല്ലതായിരിക്കും. കാരണം എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്കുന്നത് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിലർ തന്നെ അവർക്ക് കിട്ടിയേക്കുന്നതിനുള്ള പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓക്കെ, സ്മീറ്റിൻ വർഗീസ്, സ്ത്രീ റെഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നല്ലൊരു സിനിമ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 5 നവംബർ 5 എങ്ങാണ്ടല്ലേ, ഒക്ടോബർ അടുത്ത മാസം എങ്ങാണ്ടല്ലേ റിലീസ്. നല്ലതാവട്ടെ. ഓക്കെ, ഏതായാലും നശിപ്പിക്കാതിരുന്നാൽ മതി. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഫിലിമല്ലേ, ലാലേട്ടൻ നമ്മുടെ സ്വന്തമെന്നല്ല, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ തന്നെ ഒരു വേറെ ലെവലാക്കിയ ഒരു ഫിലിമിൻ്റെ ഒരു റീമേക്ക് അല്ലേ, നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, സൈനിങ് ഔട്ട്.